അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവാർഡ് വാങ്ങിയ ചില മലയാളി വികൃതമായി പലരെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവനെ എന്റെ കയ്യിൽ കിട്ടും. റസൂൽ പൂക്കുട്ടിയും സജിനയും 4 വർഷമായി പ്രണയത്തിൽ. വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് സൂചനകൾ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ഇപ്പൊ ഞാനും അയാളുമായിട്ട് സ്നേഹത്തിലാണെന്നോ അല്ലെങ്കിൽ ഞാനും അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നോ ഞാനും അങ്ങനെ പലതും വന്നു. അതെന്തോ ആയിക്കോട്ടെ, അതെനിക്കൊരു ഇഷ്യൂസേ അല്ല. എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി സജിനിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ പിടിച്ച് ഈ പുലിവാലൊന്ന് പോരെ നിനക്ക്. അങ്ങനെ നോക്കിയ സമയത്ത് ഇതാ കിടക്കുന്നു റസൂൽ പൂക്കുട്ടിയും മൊത്തമുള്ള ഒരു ഫോട്ടോ സജിനിന്റെ. അപ്പൊ ഏകദേശം കൺഫേം ആണ് ഇവർ രണ്ടുപേരും വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ളത്. തൂക്കിയല്ലോ നാദാ. കഴിഞ്ഞ ഫെബ്രുവരി 7 പുള്ളിക്കാരൻ ചെയ്തൊരു വീഡിയോ. അന്ന് എപ്സ്റ്റീൻ ഫയൽസ് ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമായിരുന്നു. എപ്സ്റ്റീൻ ഫയൽ, അതിന്റെ ഞെട്ടലാണ് പലരും. നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? അല്ല, സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടിയുണ്ടാവും. പക്ഷെ എനിക്ക് വലിയ ഞെട്ടലോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇതുപോലൊരു ഫയൽ ഒരിക്കൽ തുറക്കപ്പെടും. ടൈമായി. അതിൽ ചില വലിയ വലിയ അവാർഡുകൾ വാങ്ങിയ, അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവാർഡ് വാങ്ങിയ ഓസ്കാർ അവാർഡ് തന്നെ അല്ലേ? ഈ ഓസ്കാർ അവാർഡ് വാങ്ങിയ ഏക മലയാളി ആരാണ്? റസൂൽ പൂക്കുട്ടി. നമുക്ക് മനസ്സിലായി. നിങ്ങളിങ്ങനെ ആരാധിച്ച് വലിയ സ്ഥാനത്ത് വെച്ചിരിക്കുന്ന പല ബിംബങ്ങളും വൈറ്റ് ആൻഡ് സീ. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന IFFKയുടെ ചെയർപേഴ്സണായിട്ട് റസൂൽ പൂക്കുട്ടിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് IFFKയുടെ ഒരു വേദിയിൽ പോയി ഫിറോസ് ഖാന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഫിറോസ് ഖാൻ തന്നെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഈ കാര്യത്തില് ശരിയായുടെ ഭാഗത്താ. റോൾഡ് ഗോൾഡ് കിലാരി കൊടുമുടി കയറി പതാക നാട്ടിന്ന് കരുതി അവിടെ പൊറാട്ട അടിച്ച് കുടികെട്ടി പൊറുക്കൊന്നുമില്ലല്ലോ. എന്നെങ്കിലും നീ 18 പടി ഇറങ്ങുമല്ലോ. വളരെ മോശമായിരുന്നു. ഒരു ചെയർമാൻ ഒരു പൊട്ടന ഏതോ ഒരു ലക്കിനങ്ങാണ്ട് ഒരു ഓസ്കാർ കിട്ടിയെന്ന് പൊട്ടക്കണ ലോട്ടറി അടിക്കുന്നത് അവനെ പിടിച്ച് ചെയർമാനായിട്ട് ആരാ? ശ്രീകുമാർ. ശ്രീകുമാറോ? അവൻ ശ്രീകുമാറല്ല, സ്ത്രീകുമാറാ, സ്ത്രീകുമാർ. ആ പൊട്ടനെ കാണാൻ കൂടെ വന്നത് കണ്ടായിരുന്നു. ഞാൻ പോയി കണ്ട് സംസാരിച്ചു. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാടാ ചെറ്റേ, അവിടെ വെച്ച് കാണിച്ചു തരാം. ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ട് ഞങ്ങളെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അല്ലെങ്കിൽ എന്റെ ലൈഫിലോട്ട് ഞാൻ ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോയാലും നാളൊരു കാലത്ത് പറയുമല്ലോ ഇന്നയാളെ കാരണമാണ് ഞങ്ങളെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ. ബാബു, ഞങ്ങൾ ഈ കളി തുടങ്ങിയിട്ട് കുറെ കാലമായി. നീക്ക കളിച്ചതിന്റെ ഗുണം കൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ടി വന്നത്. പറഞ്ഞോളൂ, നിങ്ങൾ വേണമെങ്കിൽ ഞാനും അയാളും വേറെ എന്തെങ്കിലും രീതിയിലാണ് മറ്റേതാണ് മറിച്ച് ഓക്കെ, ഹാപ്പി, കേൾക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. പിള്ളേരെ ആഘോഷിക്കട്ടെ, തലയിലെടുത്ത് തൂത്താ പോവോ? പാടോ.